ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാനും അതുപോലെ പോസ്റ്റ് ചെയ്യാനും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനും കുറച്ച് ഡിലേ ഉണ്ടായി. വേറൊന്നുമല്ല, എൻ്റെ ഫോണിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊക്കെ ഉണ്ടായ പൂക്കളും അതുപോലെയുള്ള കുറേ കാര്യങ്ങളും ഇടാൻ പറ്റാതെ, ഫോട്ടോ എടുക്കാനും പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇപ്പം ഇന്ന് ഫോണിൽ കുറച്ച് സ്പേസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു വീഡിയോ എടുക്കാം, പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നതാ എൻ്റെ ജപ്പോണിക്ക ഫ്ലവർ നല്ലപോലെ വിരിഞ്ഞു. അപ്പോൾ അതിന് കാരണം ജപ്പോണിക്ക തൈ കണ്ടു, ഇത്രയും സ്ട്രെങ്ത്തിൽ വരാറില്ല. അപ്പം ഞങ്ങൾ വാട്ടർ ലില്ലി അതുപോലെ താമരയൊക്കെ വാങ്ങിക്കാൻ നഴ്സറിയിൽ പോയപ്പം അവർ പറഞ്ഞു തന്ന ടിപ്സ് ഉപയോഗിച്ചാണ് താമര ഉണ്ടായത്. ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു പൂവ് വിരിയുമ്പോഴേക്കും അടുത്ത മൊട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ജപ്പോണിക്ക പ്ലാന്റും ഇതുപോലെ നല്ല കരുത്തിൽ വളരാനായിട്ട്, ഫ്ലവറും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുണ്ടാവാനായിട്ടും ഞങ്ങൾ DAP ഒരു തുണിയിൽ മുക്കി ഈ ചെടിക്കകത്ത്, അതായത് വെള്ളത്തിൽ മണ്ണിലായിട്ട് ഇറക്കി വെച്ചു. ഒരു 8-10 മണികൾ ചെയ്താൽ മതി ഒരു ചട്ടിയിൽ. ഒരു 15 ദിവസം ഗ്യാപ്പിൽ അത് ചെയ്തപ്പോഴാണ് താമരയിലും അതുപോലെ തന്നെ ജപ്പോണിക്കയിലും ഇതുപോലത്തെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാതെ, ഇതിന് മുൻപുണ്ടായ താമരകൾ ഇപ്പോൾ വാങ്ങിച്ചതിന് ശേഷം ഒത്തിരി താമരകളുണ്ടായി. അപ്പോൾ ജപ്പോണിക്ക ഫ്ലവറൊക്കെ കണ്ടു, ഡാമേജ് ആയി തുടങ്ങി ചില കൊലയിൽ. അപ്പോൾ അതെടുക്കാൻ പറ്റാതിരുന്ന വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഉണ്ടായി, അത് ഡാമേജായി പോകുന്നതിന് മുൻപ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ താമരയും അതുപോലെ തന്നെ ജപ്പോണിക്കയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഈ തെച്ചിയുണ്ടല്ലോ, എക്സോറ, ഇത് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു. ചട്ടിയും ഇലയും കാണാത്ത തരത്തിൽ ഫ്ലവർ ഉണ്ടായി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, ഉണ്ടായി തീർന്നു. അപ്പോൾ നമ്മുടെ സന്തോഷം, നമ്മൾ DAP ആണ് ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. NPK റോസിനും ഓർക്കിഡിനൊക്കെ NPK കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ വെള്ളത്തിലുള്ള ചെടികൾക്ക് DAP ആണ്. അതും ഈ പറഞ്ഞ രീതിയിൽ വളരെ നൈസായിട്ടുള്ള തുണിയിൽ ഒരു 8-10 മണി DAP ഇട്ട് നമ്മൾ മണ്ണിൽ ഇറക്കി വയ്ക്കും, ഈ വെള്ളത്തിൽ താഴ്ത്ത് കൊടുക്കും. അതിൻ്റെ കടയിലല്ലാത്ത തരത്തിൽ താഴ്ത്ത് വെച്ചപ്പോൾ എനിക്കുണ്ടായ റിസൾട്ടാണിത്. അതുപോലെ തന്നെ ഇവിടെ ആമ്പലുണ്ട്, ഇതിനും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ്ട് പോയി എന്നുള്ള രീതിയിൽ നിന്നതാണ്, വിലയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലും മൊട്ട് വരുന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ അതാണ് ഇന്നത്തെ സന്തോഷം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ജപ്പോണിക്ക പ്ലാന്റും ഇഷ്ടപ്പെട്ടു. ജപ്പോണിക്ക ആരോ ഹെഡ് എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾ നെയിം. കണ്ടോ, ആരോ ഹെഡ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് തരണം. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഓൾ എന്നുള്ളൊരു ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.